ജീവിതത്തിൽ ഒരു തെറ്റ് ചെയ്തയാൾക്ക് സ്വൈര്യമായി സമാധാനത്തോടെ ഒരന്തിയെങ്കിലും ഉറങ്ങാൻ കഴിയുമോ? ആ കുറ്റബോധം നമ്മളെ എന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്നെങ്കിലും പിടിക്കപ്പെടുമെന്ന ഭയം മനസ്സിൽ നിഴലിക്കും. എത്ര രഹസ്യമായി ചെയ്താലും കാലം എത്ര കഴിഞ്ഞാലും തെളിവുകൾ അവശേഷിക്കുമെന്നത് പ്രപഞ്ച സത്യമാണ്. തെറ്റ് ചെയ്തയാൾക്ക് പിന്നീട് എക്കാലത്തും അത് മറച്ചു പിടിക്കാനും ഭയം കൂടാതെ ജീവിക്കാനും സാധിക്കണമെന്നില്ല. ചിലപ്പോൾ സ്വന്തം നാവിൽ നിന്ന് തന്നെ സത്യങ്ങൾ പുറത്തുവരാം. കൊല്ലം വെളിയം സ്വദേശി മോഹനൻ പിള്ള ഒരു കൊലപാതകം നടത്തി 40 വർഷത്തോളമാണ് ഒളിവിൽ കഴിഞ്ഞത്. മദ്യലഹരിയിൽ സഹോദരിയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ഇത്രയും നാൾ എവിടെയായിരുന്നു? എങ്ങനെയാണ് കേസിൽ പിടിക്കപ്പെട്ടത്? ഇതോടൊപ്പം കോഴിക്കോട് സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്ന കേസും പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. പോലീസും കേസും എനിക്ക് പുത്തരിയല്ല. ചില ക്രിമിനലുകൾ ഇങ്ങനെ വലിയ വെല്ലുവിളി മുഴക്കാറില്ല. കൊല്ലം വെളിയം സ്വദേശി മോഹനൻ പിള്ളയ്ക്ക് കുരുക്കായത് ഇതുപോലൊരു വെല്ലുവിളിയാണ്. 1987 ബന്ധുവിനെ കൊലപ്പെടുത്തിയ ശേഷം നാടുവിട്ട മോഹനൻ കഴിഞ്ഞ 40 വർഷത്തോളം വിവിധ ജില്ലകളിലായി ഒളിവിൽ താമസിക്കുകയായിരുന്നു. അതിനിടെ കോട്ടയം കല്ലറയിലെ ഒരു കള്ള് ഷാപ്പിൽ വെച്ച് മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കുകയും കേസ് തനിക്ക് പുത്തരിയല്ല എന്ന് വീമ്പിളക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംശയം തോന്നിയ പോലീസ് ഇയാളെ ചോദ്യം ചെയ്തതോടെയാണ് 4 പതിറ്റാണ്ട് മുൻപുള്ള കൊലക്കേസിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. പ്രതിയെ കൊല്ലം പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ആയിരത്തി 1987 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. മദ്യപിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കിയ ചന്ദ്രശേഖരൻ പിള്ളയെ ഭാര്യയുടെ സഹോദരൻ മോഹനൻ പിള്ള വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊലപാതകത്തിന് ശേഷം മോഹനൻ പിള്ള നാടുവിട്ടു. കൊലപാതകം നടക്കുമ്പോൾ പ്രതിക്ക് 25 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നാടുവിട്ട് വേളാങ്കണ്ണിയിലേക്ക് പോയ മോഹനൻ പിള്ള അവിടെ ഹോട്ടലിൽ ജോലി ചെയ്തു. പിന്നീട് കോട്ടയം കല്ലറയിലെത്തി തോട്ടം തൊഴിലാളിയായി കുറച്ചുനാൾ ജോലി നോക്കി. അവിടെ രാജൻ എന്ന പേരിൽ വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുകയായിരുന്നു ഇയാൾ. കഴിഞ്ഞ ദിവസം മോഹനൻ പിള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോയപ്പോൾ വെളിയം സ്വദേശിയെ കണ്ടുമുട്ടി. ഇയാളോട് നാട്ടിലെ വിശേഷങ്ങൾ അന്വേഷിച്ചു. ഇതാണ് പോലീസിന് പ്രതിയിലേക്കുള്ള വഴി തുറന്നത്. പോലീസ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ കൊലപാതക കേസ് കോടതിയിൽ പെൻഡിങ് ആയതുകൊണ്ട് പല രീതിയിലുള്ള ടീമുകൾ രൂപീകരിച്ച് അന്വേഷിച്ച് വരികയായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഷാജി സുഗുണ സാറ് ചാർജ് എടുത്ത ശേഷം പ്രത്യേക നിർദ്ദേശം തരികയും പ്രതിയിൽ നിന്ന് കിട്ടിയ ചില സൂചനകൾ, നാട്ടിലെ ചില ആൾക്കാർക്ക് കിട്ടിയ ചില സൂചനകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയത്ത് കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് എത്തി പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. കല്ലറയിൽ കള്ളുഷാപ്പിലായിരുന്നു പുതിയ ജോലി. അവിടെ മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കുകയും കേസൊന്നും തനിക്ക് പുത്തരിയല്ല എന്ന് വീമ്പിളക്കുകയും ചെയ്തു. ഈ വിവരം കൂടി അറിഞ്ഞതോടെ പൂയപ്പള്ളി പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. വിശദമായ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. പ്രതിയെ സഹോദരിയും ബന്ധുക്കളും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 കൊല്ലം. കേരളത്തിൽ പൊതുവെ മക്കൾക്ക് വേണ്ടി കുറേ പണവും സ്വത്തുമൊക്കെ സമ്പാദിക്കുന്ന രക്ഷിതാക്കളുണ്ട്. മനുഷ്യന് ജീവിക്കാൻ പണം വേണം. എന്നാൽ സമ്പത്ത് അമിതമായാലോ? പല വീടുകളിലും സഹോദരങ്ങൾ തമ്മിലുള്ള വഴക്കിനും പ്രശ്നങ്ങൾക്കും കാരണം സ്വത്താണ്. കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് ജ്യേഷ്ഠൻ അനിയനെ വെട്ടിക്കൊന്ന സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. വലിയ പറമ്പ് സ്വദേശി പ്രസാദാണ് കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മൂത്ത സഹോദരൻ പ്രമോദിനെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി മദ്യപാനത്തിനുണ്ടായ വാക്കേറ്റമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്.
ദീർഘകാലമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്കവും ഇതേ ചൊല്ലിയുള്ള കലഹങ്ങളുമാണ് ഒടുവിൽ ദാരുണമായ കൊലപാതകത്തിൽ കലാശിച്ചത്. താന്നിരിക്കാംപൊയിൽ സ്വദേശിയായ പ്രസാദ് എന്ന 50-കാരനാണ് സ്വന്തം ജ്യേഷ്ഠന്റെ കൈകളാൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ മൂത്ത സഹോദരൻ പ്രമോദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശനിയാഴ്ച രാത്രി 10:30ഓടെയായിരുന്നു ക്രൂരമായ കൊലപാതകം നടന്നത്. ഒരേ വീട്ടിൽ കഴിഞ്ഞിരുന്ന ഇരുവരും തമ്മിൽ സ്വത്ത് തർക്കം സംബന്ധിച്ച് ദീർഘകാലമായി കടുത്ത തർക്കങ്ങൾ നിലനിന്നിരുന്നു. തർക്കത്തിൽ ഇവർ കോടതിയെ സമീപിക്കുകയും കോടതി ഉത്തരവുകൾ നിലനിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിലും തർക്കങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിരുന്നില്ല. ശനിയാഴ്ച രാത്രി ഇരുവരും ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നതിനിടെ വീണ്ടും സ്വത്ത് തർക്കം ഉടലെടുക്കുകയായിരുന്നു. മദ്യലഹരിയിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിലേക്ക് മാറുകയും തുടർന്ന് പ്രമോദ് കയ്യിലുണ്ടായിരുന്ന ആയുധമെടുത്ത് അനിയനായ പ്രസാദിനെ വെട്ടിക്കൊല്ലുകയുമായിരുന്നെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാതാപിതാക്കൾ നേരത്തെ മരണപ്പെട്ട ഇരുവരും അവിവാഹിതരാണ്. കൂലിപ്പണിക്കാരനായിരുന്നു കൊല്ലപ്പെട്ട പ്രസാദ്. പ്രതിയായ പ്രമോദ് മരപ്പണിക്കാരനാണ്. ഇവരുടെ ഏക സഹോദരി കരുവൻപൊയിലും മറ്റൊരു സഹോദരൻ നരിക്കുനിയിലുമാണ് താമസിക്കുന്നത്. കൊടുവള്ളി പോലീസ് സ്ഥലത്തെത്തി നടപടികൾ പൂർത്തിയാക്കി. പ്രതിയെ സ്റ്റേഷനിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ന്യൂസ് 18 കോഴിക്കോട്. പത്തനംതിട്ടയിൽ 13-കാരിയെ സഹപാഠികൾ പീഡിപ്പിച്ചെന്ന കേസിനെ കുറിച്ച് കേട്ടപ്പോൾ സാധാരണ എല്ലാ മാതാപിതാക്കളും എത്രത്തോളം ആശങ്കപ്പെട്ടിട്ടുണ്ടാകും. കൗമാരക്കാരായ ആൺകുട്ടികൾ ഇത്രയും അപകടകാരികളാണോ എന്ന് പലരും ചിന്തിച്ചു കാണില്ലേ. 8ാം ക്ലാസ്സുകാരിയുടെ പരാതിയിൽ സഹപാഠികളെ ചെയ്യാത്ത കുറ്റത്തിനാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വൈദ്യപരിശോധനയിൽ പെൺകുട്ടി പീഡനത്തിന് ഇരയായിട്ടില്ലെന്ന് കണ്ടെത്തി. കാമുകനുമായുള്ള പ്രണയം ബ്രേക്കപ്പ് ആയതിനെ തുടർന്നാണ് പെൺകുട്ടി വ്യാജ പരാതി ഉന്നയിക്കാൻ കാരണമായതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇതോടെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത 6 പേരെയും പോലീസ് വിട്ടയച്ചു. വ്യാജ പരാതിയിലേക്ക് നീങ്ങിയ സാഹചര്യമടക്കം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മൊഴിയും സാഹചര്യങ്ങളും പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിലാണ് പോലീസിന്റെ നടപടി. 9ാം ക്ലാസ്സുകാരിയാണ് 10 പേർക്കെതിരെ പീഡന പരാതി ഉന്നയിച്ചത്. സഹപാഠിയുമായി പ്രണയത്തിലായിരുന്ന പെൺകുട്ടി 2 ആഴ്ച മുൻപാണ് ബ്രേക്കപ്പ് ആയതെന്നാണ് വിവരം. ഇതിന്റെ വൈരാഗ്യത്തിലാവാം പെൺകുട്ടി ഇത്തരത്തിൽ വ്യാജ പരാതി ഉന്നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയായിരുന്നു പെൺകുട്ടി ഞെട്ടിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയത്. തുടർന്ന് പോലീസ് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളിൽ ഒരാളായ പെൺകുട്ടിയുടെ വീട്ടിൽ വെച്ചും സ്കൂളിൽ വെച്ചുമാണ് ലൈംഗികാതിക്രമം നടന്നതെന്നായിരുന്നു പരാതി. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 4 പേരുൾപ്പെടെ പോലീസ് 6 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. എന്നാൽ പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യമാണ് കസ്റ്റഡിയിലെടുത്തവരെ വിട്ടയക്കാൻ കാരണം. അതേസമയം വ്യാജ പരാതിയിലേക്ക് നീങ്ങിയ സാഹചര്യമടക്കം കൂടുതൽ അന്വേഷണം നടത്താനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 പത്തനംതിട്ട. സുഹൃത്തുക്കൾക്ക് പണം കടം കൊടുത്താൽ ആ സൗഹൃദം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്ന് പറയാറില്ല. പണം കടമായി നൽകിയാൽ അത് പലപ്പോഴും സൗഹൃദങ്ങളെ ബാധിക്കുകയും പിന്നീട് സ്വന്തം ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും കാരണമാകും. അതാണ് തിരുവനന്തപുരം വിഴിഞ്ഞത്തെ അഞ്ജുവിൻ്റെയും ഐശ്വര്യയുടെയും ജീവിതത്തിൽ സംഭവിച്ചത്. സ്വകാര്യ സ്വർണ്ണപ്പണയ സ്ഥാപനത്തിൻ്റെ ജീവനക്കാരായ ഇരുവരും ഉടമയറിയാതെ കൂട്ടുകാരിക്ക് 70 പവൻ സ്വർണം പണയം വയ്ക്കാൻ നൽകി. ഇത് നാളുകൾ കഴിഞ്ഞിട്ടും തിരികെ കിട്ടാത്തതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ജീവനക്കാരിൽ ഒരാൾ മരിച്ചു. വെങ്ങാനൂർ സ്വദേശിനി അഞ്ജുവാണ് മരിച്ചത്. ഐശ്വര്യയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അഞ്ജുവും ഐശ്വര്യയും ഷാർജ ഷെയ്ഖിൽ എലിവിഷൻ കലർത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഒരാഴ്ചയോളമായി ഇരുവരും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് അഞ്ജു മരണത്തിന് കീഴടങ്ങിയത്. അഞ്ജുവിനോടൊപ്പം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെങ്ങാനൂർ സ്വദേശിനി ഐശ്വര്യയുടെ നില ഗുരുതരമായി തുടരുകയാണ്.
സ്വകാര്യ ധനയിടപാട് സ്ഥാപനത്തിന്റെ വിഴിഞ്ഞം ശാഖയിലെ ജീവനക്കാരാണ് അഞ്ജുവും ഐശ്വര്യയും. ഇരുവരുടെയും അടുത്ത സുഹൃത്തായ പനങ്ങോട് സ്വദേശിനിക്ക് ഉടമ അറിയാതെ സ്ഥാപനത്തിൽ നിന്ന് 70 പവൻ സ്വർണം മറിച്ചു നൽകി. ഇവർ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ പണയം വെച്ചിരുന്ന ആളുകളുടെ സ്വർണമാണ് സിന്ധുവിന് ഇവർ നൽകിയത്. പണയം വെച്ചവർ സ്ഥാപനത്തിലെത്തിയതോടെ അഞ്ജുവും ഐശ്വര്യയും പലരോടും കടം വാങ്ങി കുറച്ചു പേർക്ക് സ്വർണത്തിന്റെ പണം നൽകി. സ്ഥാപന ഉടമ സംഭവം അറിഞ്ഞതോടെയാണ് ഇരുവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. മരിച്ച അഞ്ജുവിന്റെ മകൻ, ഗുരുതരാവസ്ഥയിലുള്ള ഐശ്വര്യ എന്നിവരുടെ മൊഴി മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ പോലീസ് രേഖപ്പെടുത്തി. അഞ്ജുവിന്റെ സഹോദരനും ഭർത്താവും പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സാധാരണ ഏതൊരു കൊടും കുറ്റവാളിയും പോലീസ് സ്റ്റേഷനിലെത്തിയാൽ മര്യാദക്കാരാകും. കാക്കിയിട്ടവരെ കാണുമ്പോൾ പേടിയില്ലാത്തവരുണ്ടോ? എന്നാൽ കള്ളും കഞ്ചാവും ഉള്ളിൽ ചെന്നാലോ പിന്നെ ഒടുക്കത്തെ ധൈര്യമാണ്. പോലീസിനെ പേടിയില്ലെന്ന് മാത്രമല്ല, അവരെ വെല്ലുവിളിക്കാനും മടിയില്ല. തിരുവനന്തപുരം ആര്യനാട് സ്വദേശിയായ യുവാവ് മദ്യക്കുപ്പിയുമായി പോലീസ് സ്റ്റേഷനിലെത്തി കാട്ടിക്കൂട്ടിയ പരാക്രമത്തെക്കുറിച്ച് അറിയണം. ആര്യനാട് സ്റ്റേഷനിലെത്തിയ യദുകൃഷ്ണൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനോട് അസഭ്യം പറയുകയും SHOയുടെ തല ഇരുമ്പ് കസേര കൊണ്ട് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തു. സംഭവത്തിന് ശേഷം സമീപത്തെ ആശുപത്രി കെട്ടിടത്തിലേക്ക് ഓടിക്കേറിയ പ്രതിയെ പോലീസ് സാഹസികമായാണ് കീഴ്പ്പെടുത്തിയത്. പ്രാങ്കനെന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതി ഉണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. ശനിയാഴ്ച രാത്രിയിലാണ് പോലീസിനു നേരെ സോഷ്യൽ മീഡിയ താരത്തിന്റെ ആക്രമണമുണ്ടായത്. മദ്യലഹരിയിൽ പോലീസ് സ്റ്റേഷനിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവ് പോലീസുകാരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. മദ്യക്കുപ്പി പോലീസ് സ്റ്റേഷന്റെ ചുവരിൽ എറിഞ്ഞു പൊട്ടിച്ച ഇയാളെ തടയാൻ പോലീസ് ശ്രമിച്ചതോടെ ആക്രമിക്കുകയായിരുന്നു. സ്റ്റേഷനിൽ മേശപ്പുറത്തിരുന്ന കടലാസുകൾ ഇയാൾ കീറിയെറിഞ്ഞു. എന്നെ പ്രാങ്കനെന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതി ഉണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. എന്നെ അടിച്ചവന്മാരെയും എൻ്റെ അമ്മ പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പോകാൻ സമ്മതിക്കാത്തവന്മാരെയും ഞാൻ ആത്മഹത്യ ചെയ്യും. അതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം ആര്യനാട് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥനും ബ്രാഞ്ച് കൂടിയ വേണു സാർ ഉൾപ്പെടെ ഉള്ളവന്മാർക്കും കണ്ടോളാം. ഇന്ന് കാണാം. സംഭവം പറഞ്ഞ് സ്റ്റേഷനിലെത്തിയ സർക്കിൾ ഇൻസ്പെക്ടറിന് നേരെയായിരുന്നു പിന്നീടുള്ള പരാക്രമം. തുടർന്ന് ഇയാൾ സമീപത്തെ ആശുപത്രി കെട്ടിടത്തിലേക്ക് ഓടിക്കയറി. യദുവിന് പുറകെ എത്തിയ CAയുടെ തലയിൽ ഇരുമ്പു കസേര കൊണ്ടടിച്ചു. തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ സർക്കിൾ ഇൻസ്പെക്ടറെ കാട്ടാക്കടയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആക്രമണത്തിന് പിന്നാലെ സാഹസികമായാണ് പ്രതിയെ പോലീസ് കീഴ്പ്പെടുത്തിയത്. ഇയാൾക്കെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്ത് തുടർ നടപടികൾ ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു. പ്രാങ്കനെന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതി ഉണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. ന്യൂസ് 18 തിരുവനന്തപുരം. ലഹരി സംഘങ്ങളെ പൂട്ടാൻ ഓപ്പറേഷൻ തൂഫാനുമായി പോലീസ് സജീവമാണ്. എന്നാൽ ഗുണ്ടകളെ അമർച്ച ചെയ്യാൻ എന്താണ് വഴി? നാട്ടുകാരുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന രീതിയിൽ ക്രിമിനൽ സംഘങ്ങൾ പൊതുനിരത്തിൽ പോലും അഴിഞ്ഞാടുന്ന കാഴ്ച. ഗുരുവായൂർ മമ്മിയൂരിൽ നടു റോഡിൽ വാഹനങ്ങൾ തടഞ്ഞും ആയുധങ്ങളുമായും നാട്ടുകാരെ ഭീഷണിപ്പെടുത്തിയ സംഘം നഗരത്തിൽ ഭീതി പരത്തി. സംഭവത്തിൽ നിരവധി കേസുകളിൽ പ്രതികളായ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പേരകം സ്വദേശി ഫിറോസ്, ഒരുമനിയൂർ സ്വദേശി ബിജീഷ് എന്നിവരെയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് അറസ്റ്റ് ചെയ്തത്. വെള്ളിയാഴ്ച വൈകിട്ട് മമ്മിയൂർ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വെച്ചാണ് പ്രതികൾ ഗതാഗത തടസ്സമുണ്ടാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത്.
വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഗുരുവായൂർ ടെമ്പിൾ പോലീസ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുകളിൽ നിന്ന് ആയുധങ്ങളും പോലീസ് കണ്ടെടുത്തു. മാരകായുധങ്ങൾ കയ്യിൽ വെച്ചതിനും സംഘം ചേർന്ന് കുറ്റകൃത്യത്തിന് ശ്രമിച്ചതിനുമാണ് പോലീസ് നടപടി. ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷൻ SHO വിനോദ് വലിയാറ്റൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ഫിറോസിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 8 കേസുകളും ബിജീഷിനെതിരെ 4 കേസുകളുമുണ്ട്. ഇവർ നാട്ടിൽ സ്ഥിരം പ്രശ്നക്കാരെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 ഗുരുവായൂർ. മദ്യപിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് വീറും വാശിയും അല്പം കൂടുതലാണ്. പിന്നെ വെല്ലുവിളി മുഴക്കുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നവരുണ്ട്. സാധാരണ ബാറുകളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം നിസ്സാര വാക്കുതർക്കമാണ്. കൊല്ലം പുനലൂരിൽ മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പുനലൂരിലെ ബാറിന് സമീപമാണ് യുവാക്കൾ തമ്മിൽ തല്ലിയത്. ഗുരുതരമായി പരിക്കേറ്റ പുനലൂർ സ്വദേശി അഖിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കേസിൽ പ്രതി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രി പുനലൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ബാറിന് സമീപമാണ് സംഭവം. മദ്യലഹരിയിൽ യുവാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ഇതിന് പിന്നാലെയാണ് പുനലൂർ കക്കോട് സ്വദേശി അഖിലിന് കുത്തേറ്റത്. ബിയർ കുപ്പി കണ്ട് റഹീം എന്ന ആളാണ് കുത്തിയത്. മുഖത്തും പുറത്തും കൈക്കും പരിക്കേറ്റ അഖിലിനെ ഉടൻ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകി. തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അഖിലും റഹീമും തമ്മിൽ മുൻവൈരാഗ്യം ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. മുൻപൊരു അപകടത്തിൽ വലതുകൈ നഷ്ടപ്പെട്ട ആളാണ് അഖിൽ. ന്യൂസ് 18 പുനലൂർ. ടിനി ടോമിന് പിന്നാലെ നടി ലക്ഷ്മിപ്രിയയ്ക്കും പണി വരുന്നുണ്ട് കേട്ടോ. അൻസിബിയുടെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകി. തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. അതിനിടെ ടിനി ടോമിനെതിരായ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കടവന്ത്ര SHOയെ അന്വേഷണത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി അൻസിബ രംഗത്തെത്തി. താരസംഘടനയായ അമ്മയുടെ അധികാരം തിരികെ പിടിക്കാൻ ശ്വേതാ മേനോൻ നിയമപോരാട്ടം തുടങ്ങിയതിന് പിന്നാലെ ഒരു വിഭാഗം താരങ്ങൾ കടുത്ത ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മറുപടിയുമായി ശ്വേത വീണ്ടും രംഗത്ത് വന്നത്. സംഘടനയുടെ ധനസമാഹരണത്തെക്കുറിച്ചുള്ള ആരോപണങ്ങൾക്ക് മറുപടി ഇങ്ങനെ: സാധാരണ അംഗങ്ങൾക്ക് കൈത്താങ്ങാവുകയാണ് സംഘടനയുടെ സ്ഥാപിത ലക്ഷ്യം. പണം സ്വീകരിക്കാൻ മതം, സ്ഥാപനം എന്നിവയൊന്നും പരിഗണിക്കാറില്ല. ചില കുറ്റാരോപിതർ മുമ്പ് നടത്തിയ സാമ്പത്തിക തിരിമറി താൻ കണ്ടെത്തിയെന്നാണ് ശ്വേതയുടെ വാദം. ചോദ്യം ചെയ്തപ്പോൾ അപമാനിക്കാൻ തുടങ്ങി. സാധാരണ സ്ത്രീക്ക് പവർ ഗ്രൂപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാവില്ല. എന്നാൽ തന്റെ പോരാട്ടത്തിലൂടെ പവർ ഗ്രൂപ്പ് തുറന്നു കാട്ടപ്പെട്ടുവെന്നുമാണ് ശ്വേതയുടെ വാദം. ഇതിനിടയിൽ ശ്വേതയ്ക്ക് പിന്തുണയുമായി നടി പ്രിയങ്ക രംഗത്ത് വന്നു. കണക്ക് പൂർത്തീകരിക്കാൻ സമയം കൊടുക്കുകയാണ് വേണ്ടതെന്നും ക്രമക്കേടുണ്ടെങ്കിൽ പരിശോധനയിലൂടെ വെളിപ്പെടുമല്ലോ എന്നും നടി പ്രിയങ്ക. ശ്വേതയ്ക്ക് വന്നിരിക്കുന്ന കണക്കിന്റെ പ്രശ്നം ഈ ഓഡിറ്റർക്കും അക്കൗണ്ടിനും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യണമായിരുന്നു? ഒരു 3 മാസത്തേക്കോ ജനറൽ ബോഡി മാറ്റി വെച്ചിട്ട് ഇവർ പറയണമായിരുന്നു, ഇപ്പം നിങ്ങൾ ജനറൽ ബോഡി വെച്ചാൽ അത് പാസ്സാവില്ല. അവർക്കറിയാലോ. എന്തായാലും ഞാൻ പറഞ്ഞു, ഞാനൊരു ഇത്ര അറിവ് എനിക്ക് വന്നത് ഞാനൊരു
ഫ്ലാറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് ആ നിയമവും ഈ നിയമമൊക്കെ ഒന്ന് തന്നെയാണ്, അല്ലാതെ വേറെ പുതിയ നിയമങ്ങളൊന്നുമല്ല. അത്രയും സമയം അവർക്ക് കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലാതെ അമ്മയ്ക്കകത്തുള്ള എല്ലാവരും പറയും, അയ്യോ അമ്മയിലെ മക്കൾ, സഹോദരന്മാരെല്ലാവരുമാണ് ഈ കിടന്ന് ബഹളം വെച്ച് ഇത്രയും പ്രശ്നങ്ങൾ അവരെ കൊണ്ട് സംസാരിക്കാൻ പോലും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടതുകൊണ്ട് പറയണതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ കണ്ടത് പറയാതെ വെറുതെ പറഞ്ഞു കഴിഞ്ഞാൽ ആ തെളിവ് മുഴുവൻ അതിനകത്തുണ്ട്, CCTV എല്ലായിടത്തും ഉണ്ട്. അതേസമയം നടി ലക്ഷ്മിപ്രിയ, ഭർത്താവ് ജയേഷ്, ഹിൽ പാലസ് വനിതാ സ്റ്റേഷൻ SI രേഷ്മ എന്നിവർക്കെതിരെ അൻസിബ ഹസൻ നൽകിയ ഹർജിയിൽ കേസെടുക്കാൻ കോടതിയുടെ നിർദ്ദേശമുണ്ട്. തൃപ്പൂണിത്തറ മജിസ്ട്രേറ്റ് കോടതിയാണ് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചത്. പോലീസ് സ്റ്റേഷനിൽ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചു, മാനസികമായി ബുദ്ധിമുട്ടിച്ചു, ഒപ്പിട്ട് നൽകിയ രേഖയിൽ കൃത്രിമത്വം കാട്ടി തുടങ്ങിയവയാണ് അൻസിബയുടെ പരാതി. ന്യൂസ് 18 കൊച്ചി. നടൻ മോഹൻലാലിനെ സംബന്ധിച്ച് കുറേ നാളുകളായി തുടരുന്ന നിയമപ്രശ്നമാണ് ആനക്കൊമ്പ് കേസ്. വനം വകുപ്പ് ഒറ്റത്തവണ പൊതുമാപ്പ് സംവിധാനം പ്രഖ്യാപിച്ചതോടെ താരത്തിന് ഇനി ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? കേസിൽ മോഹൻലാൽ തൻ്റെ കൈവശമുള്ള ആനക്കൊമ്പുകളുടെ വിവരങ്ങൾ വനംവകുപ്പിന് കൈമാറി. തൻ്റെ പക്കൽ 2 ജോഡി ആനക്കൊമ്പുകളും ആനക്കൊമ്പിൽ തീർത്ത 13 കരകൗശല വസ്തുക്കളും ഉണ്ടെന്ന് താരം വകുപ്പിനെ അറിയിച്ചെന്നാണ് വിവരം. മാർച്ചിൽ മലയാറ്റൂർ DFOയ്ക്ക് നൽകിയ അപേക്ഷയിലാണ് നടപടികൾ ആരംഭിച്ചത്. 2 ജോഡി ആനക്കൊമ്പുകളും 13 കരകൗശല വസ്തുക്കളുമാണ് ലാലിന്റെ കൈവശമുള്ളത്. 2011 ഡിസംബർ 21 ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിലാണ് മോഹൻലാലിന്റെ തേവരയിലെ വീട്ടിൽ നിന്ന് 2 ജോഡി ആനക്കൊമ്പുകൾ കണ്ടെത്തിയത്. ലൈസൻസ് രേഖകൾ ഹാജരാക്കാതിരുന്നതോടെ വനം വകുപ്പ് നടനെ പ്രതിയാക്കി കേസെടുത്തു. 2015 പെരുമ്പാവൂർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു പിന്നാലെ കേസ് പിൻവലിക്കാനുള്ള നടപടിയും അന്നത്തെ സർക്കാർ തുടങ്ങി. ഇതിനു പിന്നാലെ ആനക്കൊമ്പ് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് നൽകി സർക്കാർ ഉത്തരവിറക്കി. പിന്നീട് ഈ ലൈസൻസ് ഹൈക്കോടതി റദ്ദാക്കി. സർക്കാർ നടപടി ചോദ്യം ചെയ്തുള്ള ഹർജിയിലായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. ലൈസൻസ് അനുവദിക്കാനുള്ള സർക്കാരിന്റെ നടപടിക്രമങ്ങളിൽ സാങ്കേതികമായ പിഴവുണ്ടായി എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ന്യൂസ് 18 കൊച്ചി. പകൽ സമയത്ത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന് വീടുകൾ നോക്കിവെക്കും, രാത്രിയിൽ മോഷണം. മലപ്പുറം എടവണ്ണയിലെ കുപ്രസിദ്ധ മോഷ്ടാവ് അബ്ദുൾ റഷീദിന്റെ രീതിയാണിത്. പാണ്ടിക്കാട് ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് 21 പവൻ സ്വർണം കവർന്ന കേസിൽ പ്രതിക്ക് പിടിവീണു. 40-ലധികം മോഷണ കേസുകളിൽ പ്രതിയായ റഷീദിനെ 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് പൊക്കിയത്. മോഷണത്തിൽ ഉപയോഗിച്ച ആയുധങ്ങളും സ്കൂട്ടറും കണ്ടെടുത്തിട്ടുണ്ട്. ഒരു മാസം മുമ്പ് പാണ്ടിക്കാട് പന്തല്ലൂരിൽ നടന്ന മോഷണ കേസിൽ 40-ലധികം മോഷണ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ മോഷ്ടാവിനെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. ജൂൺ 5-ന് പന്തല്ലൂരിൽ ആളില്ലാത്ത വീട് കുത്തിത്തുറന്ന് 21 പവൻ സ്വർണം മോഷ്ടിച്ച കേസിൽ എടവണ്ണ ഒതായി സ്വദേശി വെള്ളോട്ടുശോല അബ്ദുൾ റഷീദിനെയാണ് അറസ്റ്റ് ചെയ്തത്. CCTV ദൃശ്യങ്ങളും ഫോൺ കോളുകളും സമാനമായ കുറ്റകൃത്യം ചെയ്യുന്ന മോഷ്ടാക്കളുടെ ലിസ്റ്റും ശേഖരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത്. പ്രതി അബ്ദുൾ റഷീദ് ആണെന്ന് ഉറപ്പിച്ചതോടെ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ റഷീദ് കുറ്റം സമ്മതിച്ചു. പകൽ സമയത്ത് സ്കൂട്ടറിൽ കറങ്ങി നടന്ന് വീട് കണ്ടെത്തി രാത്രിയിൽ മോഷണം നടത്തുന്നതാണ് റഷീദിന്റെ രീതി. ജൂൺ 5-ന് ഈ വീട്ടിൽ ആളില്ലെന്ന് മനസ്സിലാക്കി പുലർച്ചെ വാതിൽ കുത്തിത്തുറന്ന് അകത്തു കടന്ന് മോഷ്ടിക്കുകയായിരുന്നു. വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിലായി 42ഓളം മോഷണ കേസുകളിൽ പ്രതിയാണ് റഷീദെന്ന് പോലീസ് പറഞ്ഞു. മോഷണത്തിനായി ഉപയോഗിച്ച ആയുധങ്ങൾ പന്തല്ലൂരിൽ നിന്നും സ്കൂട്ടർ വണ്ടൂരിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. ന്യൂസ് 18 തിരൂർ. ഇനി കൊച്ചിയിൽ കട്ടിൽ മോഷ്ടിച്ച ഒരു കള്ളന്റെ കഥയിലേക്കാണ്.
കേൾക്കുമ്പോൾ ആദ്യം കൗതുകം തോന്നുമെങ്കിലും അയാളെ മോഷണത്തിന് പ്രേരിപ്പിച്ച സാഹചര്യം അല്പം സങ്കടപ്പെടുത്തും. ക്യാൻസർ രോഗിയായ അമ്മയുടെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ മോഷണം നടത്തിയതാണ് യുവാവ്. എറണാകുളം മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കട്ടിലുകൾ മോഷ്ടിക്കാൻ ശ്രമിച്ച പൂർവ്വ വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്കമാലി സ്വദേശി ആൻസ്റ്റൺ ആണ് പിടിയിലായത്. മൊബൈൽ ആപ്പ് വഴി വാഹനം ബുക്ക് ചെയ്ത് പുലർച്ചെ കട്ടിലുകളുമായി കടന്നുകളയാൻ ശ്രമിച്ചപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ തടഞ്ഞു വെച്ച് പോലീസിന് കൈമാറുകയായിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ഹോസ്റ്റലിലെത്തിയ പൂർവ്വ വിദ്യാർത്ഥി ആൻസ്റ്റൺ സെക്യൂരിറ്റി ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. 8 കട്ടിലുകൾ പിക്കപ്പ് വാനിൽ ഭംഗിയായി കെട്ടിവെച്ച് കടന്നുകളയാനുള്ള ഒരുക്കത്തിലായിരുന്നു പ്രതി. സംശയം തോന്നിയ സെക്യൂരിറ്റി ജീവനക്കാരൻ ചോദ്യം ചെയ്തപ്പോൾ മൂട്ടയെ കൊല്ലാൻ അങ്കമാലിയിൽ മരുന്നടിക്കാൻ കൊണ്ടുപോകുന്നതെന്നാണ് മറുപടി നൽകിയത്. എന്നാൽ അതിന് ആര് ചുമതലപ്പെടുത്തിയെന്ന് ചോദിച്ചപ്പോൾ ഉത്തരമുണ്ടായില്ല. ഹോസ്റ്റൽ വാർഡന്റെ പരാതിയിൽ സെൻട്രൽ പോലീസ് ആൻസനെ കസ്റ്റഡിയിലെടുത്ത് വൈദ്യപരിശോധന പൂർത്തിയാക്കി അറസ്റ്റ് രേഖപ്പെടുത്തി. 2024 കോളേജിൽ നിന്ന് പഠനം കഴിഞ്ഞ് പുറത്തുപോയതാണ് ആൻസ്റ്റൺ. അത്തരം ആളുകൾ പലരും ഹോസ്റ്റലിൽ വരാറുള്ളതിനാൽ ആദ്യം സെക്യൂരിറ്റി സംശയിച്ചിരുന്നില്ല. കവർച്ചയ്ക്ക് മുൻപ് ചില സുഹൃത്തുക്കളെ ഇയാൾ ഫോണിൽ വിളിച്ചിരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ആൻസ്റ്റൺ ഇതിനു മുൻപ് മോഷണമൊന്നും നടത്തിയതായി പോലീസിന് അറിവില്ല. അമ്മയ്ക്ക് അസുഖമാണെന്നും സാമ്പത്തിക ബുദ്ധിമുട്ടാണെന്നുമാണ് പ്രതി ആദ്യം ചോദ്യം ചെയ്യലിൽ പറഞ്ഞത്. ഇക്കാര്യത്തിലടക്കം വ്യക്തത വരുത്താൻ പോലീസ് ശ്രമിക്കുകയാണ്. ന്യൂസ് 18 കൊച്ചി. ചെറിയ പ്രായത്തിൽ കുട്ടികൾ ചില നുണക്കഥകൾ ഉണ്ടാക്കി പറയാറില്ലേ? സ്കൂളിൽ നടന്നതോ കളിക്കിടയിൽ വഴക്കിട്ടതായ കാര്യങ്ങൾ. അവർ കാണിക്കുന്ന കുസൃതികൾ ചേട്ടനോ ചേച്ചിയോ ചെയ്തതാണെന്ന് പറയും. ചെറിയ തെറ്റുകൾ ചെയ്താൽ ബോധപൂർവം മറച്ചു വയ്ക്കും. ഇതൊരു കുട്ടിയുടെ മാത്രം പ്രശ്നമാണോ? മക്കൾ പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കിയാൽ ചില മാതാപിതാക്കൾ വഴക്ക് പറയാറുണ്ട്. എന്നാൽ എന്തുകൊണ്ട് കുട്ടികൾ കള്ളം പറഞ്ഞെന്ന് ആരും ചിന്തിക്കാറില്ല. അച്ഛനും അമ്മയും അടിക്കുമെന്നും വഴക്കു പറയുമെന്നും പേടിച്ചിട്ടാകും ചിലർ നുണകൾ പറയുന്നത്. കുട്ടിക്കാലത്തെ ചെറിയ കള്ളങ്ങൾ വലുതായി കഴിയുമ്പോഴും പറയുന്ന പിള്ളേരുണ്ട്. പത്തനംതിട്ട റാന്നിയിലെ 13കാരി പറഞ്ഞ നുണ എത്രയോ കുട്ടികളെയാണ് ബാധിച്ചത്. സഹപാഠികൾ പീഡിപ്പിച്ചെന്ന വ്യാജ പരാതി പോലീസ് കേസും ചോദ്യം ചെയ്യലുമൊക്കെ ആയതോടെ എത്രയോ കുടുംബങ്ങളാണ് തീരുന്നത്. സത്യം പുറത്തു വന്നതോടെ ആൺകുട്ടികളുടെ കുടുംബത്തിന് ആശ്വസിക്കാം. എന്നാൽ ആ 13കാരിയുടെ വീട്ടുകാർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നമില്ല. ആ പെൺകുട്ടിയെ മാത്രം കുറ്റപ്പെടുത്താൻ വരട്ടെ. അവളെ ഇങ്ങനെ നുണ പറയാൻ പ്രേരിപ്പിച്ച സാഹചര്യം എന്തായിരിക്കും? ചെറിയ പ്രായത്തിൽ തന്നെ കള്ളം പറയുന്നത് തെറ്റാണെന്ന് മക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതോടൊപ്പം കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ നുണകൾ പറയാതിരിക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.